ഹായ്, വെൽക്കം ടു സുമി ടോക്കീസ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ പറയുകയാണ്, ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റിവ്യൂസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മൾ ഒരുമിച്ച് ഈ ജേണിയിൽ ഇങ്ങനെ പോയാൽ മാത്രമേ അതിലൊരു മോട്ടിവേഷൻ ഫാക്ടർ ഉള്ളൂ. അതുകൊണ്ടാണ്. അപ്പം ഇനി നമുക്ക് സമയമൊന്നും കളയണ്ട. നമ്മുടെ ഷാഹി കബീർ അടുത്ത ഒരു പോലീസ് സ്റ്റോറിയുമായിട്ട് റോന്ത് ചുറ്റാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. റോന്ത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയാലോ, ഞാൻ സാധാരണ അനാലിസിസ് വീഡിയോസാണ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ എനിക്ക് കുറച്ച് ഹാർഡ് വർക്ക് ഉണ്ട്. പക്ഷേ റോന്ത് എന്ന് പറഞ്ഞ സിനിമ കണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് വളരെ എഫേർട്ട്ലെസ് ആയിട്ട് റിവ്യൂ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. കാരണം റോന്തിനൊരു പ്ലോട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോന്ത് തന്നെയാണല്ലേ റോന്തിൻ്റെ പ്ലോട്ട്. ഈ വഴിതെറ്റി വല്ല 2K കിഡ്സൊക്കെ ഇതിൽ കൂടെ വരുന്നുണ്ടെങ്കിൽ റോന്ത് മീൻസ് പെട്രോളിങ്. അപ്പോൾ ഒരു രാത്രി 2 പോലീസുകാർ, അതായത് വളരെ ക്യാരക്ടേഴ്സിൻ്റെ കാര്യത്തിൽ രണ്ട് പേര് 2 വഴിക്കുള്ള ആൾക്കാരാണ്. ഇങ്ങനെ 2 പേര് ഒരു നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങുന്നതും അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് അവർ ഫേസ് ചെയ്യുന്ന ഇൻസിഡൻസും പിന്നെ അവരുടെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ, പിന്നെ ചില സ്ഥലങ്ങളിൽ അവർ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്, ചില സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര കോൺഫ്ലിക്റ്റാണ്. അതുപോലെ തന്നെ പോലീസ് ഫോഴ്സ് എന്നുള്ള ഒരു ഏരിയയിൽ എങ്ങനെയാണ് അധികാരം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സർവീസ് ലെവലിൽ വ്യത്യാസമുള്ള 2 ആളുകൾ ഒരുമിച്ച് ഒരു ജീപ്പിൽ യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സത്യത്തിൽ റോന്ത് എന്ന് പറഞ്ഞ സിനിമ പറയുന്നത്. അതിനപ്പുറത്ത് ബിയോണ്ടായിട്ട് കുറച്ചും കൂടി കഴിഞ്ഞ് അഡീഷണലായിട്ട് റോന്ത് എന്ന് പറഞ്ഞ സിനിമ ട്രൈ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനോട് എനിക്ക് നല്ല ഡിസഗ്രിമെൻ്റ് ഉണ്ട്. അപ്പോൾ അതെന്താണെന്നൊക്കെ ഞാൻ തീർച്ചയായിട്ടും ഈ റിവ്യൂവിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ദിന്നാദും അതുപോലെ യോഹന്നാനും തമ്മിലുള്ള ഈ കോൺവെർസേഷൻ വഴി ഒരു ഷാഹിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ച് പോലീസ് ഫോഴ്സിനെ ഒന്ന് പ്രൈസ് ചെയ്യാനും അതുപോലെ ഇവർ ഈ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമോഷൻസിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. അതായത് ഒരുപാട് ഹാർട്ട് ബ്രേക്കിംഗ് ആയ സംഭവങ്ങളുണ്ട്, അല്ലെങ്കിൽ അൺകൺട്രോളബിൾ ആയിട്ട് ഇവരുടെ ഫോഴ്സ് ഉപയോഗിച്ച് ഇവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ വരുന്നുണ്ട്. ചില സമയങ്ങളിൽ കോമഡി സിറ്റുവേഷൻസ് വരുന്നുണ്ട്. അങ്ങനെ ഒരു പോലീസുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ഒരു നിസ്സംഗമായിട്ടുള്ള അപ്രോച്ച് എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതിന് നമുക്ക് ഒരുപാട് ഇൻസൈറ്റ്സ് ഈ ഒരു പെട്രോളിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള സീക്വൻസുകൾ തരുന്നുണ്ട്. കാരണം അതിൽ തന്നെ പറയുന്നുണ്ട്, ഒന്ന് കഴിഞ്ഞ് മറ്റൊന്നിലേക്കുള്ള ആ ഒരു ഗ്യാപ്പ് മാത്രമേ ഇതിൻ്റെ ഒരു മുന്ന് കണ്ട സംഭവത്തിൻ്റെ ലൈഫ് ലൈൻ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അത് ശരിക്കും ശരിയാണ്. പോലീസുകാർ അങ്ങനെ തന്നെയാണ് ഡ്യൂട്ടി ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെയാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ആക്ച്വലി ഈ ഒരു വളരെ അതായത് ഒരു രാത്രി പെട്രോളിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇത്രയേറെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ സിനിമയിലേ ഉണ്ടാവും എന്ന് തോന്നുന്നു. റിയലിസ്റ്റിക് ആയിട്ട് നമുക്കറിയില്ല. പക്ഷേ എന്തായാലും സിനിമയിൽ കുറച്ച് ഫിക്ഷൻ എലമെൻറ്റ്സ് കൂടി ഇല്ലെങ്കിൽ സിനിമയിലൊരു രസം ഉണ്ടാവില്ലല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നത്. ആ ഒരു ഇൻസിഡൻസിൻ്റെ പാക്കേജിങ് ഈ സിനിമയിൽ കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ആംഗിൾ കൂടി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു പെട്രോളിങ്ങിൻ്റെ ഭാഗമായിട്ട് കണ്ടുമുട്ടുന്ന ആളുകളുടെ കോൺവെർസേഷനിൽ യോഹന്നാൻ കുറച്ചും കൂടി ഒന്ന് ഒരു ചോദ്യത്തിനൊരു ഉത്തരം പറയുമ്പോൾ ഇത്രയും ഇലാബറേറ്റ് ആയിട്ട് അത് സെലിബ്രേറ്റ് ചെയ്യേണ്ടതുണ്ടോ സർക്കാസം എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നും. അപ്പോൾ അങ്ങനെയാണ് ചില ഏരിയാസിൽ ഷാഹിയുടെ സ്ക്രിപ്റ്റ് ഒന്ന് ഓവർഡു ചെയ്യുന്നുണ്ട്. അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഇഫക്റ്റീവായിട്ട് തോന്നിയില്ല. അത് അത്രയ്ക്കൊന്നും പറയേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ സ്ക്രിപ്റ്റ് റെപ്പറ്റേറ്റീവ് ആവുന്നുണ്ട്, ചില ഐഡിയാസ് കൺവേ ചെയ്യുന്നില്ല. എസ്പെഷ്യലി ഇപ്പോൾ ഒരു വനിതാ പോലീസ് ഓഫീസർ അവരെ ഭർത്താവ് അവരെ ഡൗട്ട് ചെയ്യുന്നൊരു അങ്ങനത്തെ ഒരു കാര്യം സീക്വൻസ് പറഞ്ഞു. അത് കഴിഞ്ഞ് വേറൊരു ലേഡീനെ വേറൊരു സ്ഥലത്ത് വെച്ചിട്ട് അവരെ ഒരു ഇൻപുട്ട് ചോദിക്കാനായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഇതേ സാധനം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റുമായിട്ട് വലിയ ബന്ധമുള്ളൊരു കാര്യമൊന്നുമല്ല, പക്ഷെ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ സ്ക്രിപ്റ്റിൽ നമുക്ക് കാണാം. യോഹന്നാനെ അവതരിപ്പിക്കുന്നത് പിന്നെ ദിലീഷ് പോത്തനാണ്. ദിലീഷ് പോത്തൻ ഓൾറെഡി ഇതിൻ്റെ ഈ ഒരു ക്യാരക്ടറിന് ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈഡ് റേഞ്ച് ഓഫ് ഇമോഷൻസ്, അതായത് ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോരോ സ്ഥലത്ത് എമ്പതി ഉണ്ട്. അതുപോലെ തന്നെ സോഫ്റ്റ് ആവുന്ന അടുത്ത് സോഫ്റ്റ് ആവുന്നുണ്ട്, വരുന്ന അടുത്ത് ത്രെറ്റനിങ് ആവും, ക്രൂക്കഡ് ആവുന്ന അടുത്ത് ക്രൂക്കഡ് ആവും. അതുപോലെ പേഴ്സണൽ ലൈഫിലും അതുപോലെ തന്നെ യോഹന്നാന് കൃത്യമായിട്ട് വീക്ക്നെസ് ഉള്ള ഏരിയകളിലൊക്കെ ആൾ വളരെ വീക്കാണ്. ഇങ്ങനെ ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് ഇമോഷൻസാണ് ദിലീഷ് പോത്തൻ്റെ യോഹന്നാൻ എന്നുള്ള ക്യാരക്ടറിനുള്ളത്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്.
അതുപോലെ തന്നെയാണ് അപ്പുറത്ത് റോഷൻ്റെ ദിൻനാഥും. അതായത് വളരെ നൈവായിട്ടുള്ള ഒരു പോലീസ് ഫോഴ്സിൽ ചേരാനായിട്ട് പ്രത്യേകിച്ച് നമ്മൾ വിചാരിക്കുന്ന ഇമേജ് ഒന്നുമില്ലാത്ത ഒരു ഒരു ചെറുപ്പക്കാരനാണ് ദിൻനാഥ്. അപ്പോൾ ആ ഒരു സോഫ്റ്റ് നേച്ചേർഡ് ആയിട്ടുള്ള ഒരു പോലീസുകാരൻ ആദ്യമായിട്ട് കയറുമ്പോൾ അയാൾ ഫേസ് ചെയ്യുന്നതും അയാൾ പെട്ടെന്ന് തന്നെ അയാൾ ഇമ്പൾസീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതും ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് അയാളിലേക്ക് അധികാരം കയറി വരുന്നതും അത് അയാൾ പ്രയോഗിക്കുന്നതും അപ്പോൾ യോഹന്നാൻ അയാളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, പലതരം മോഡ്സിലൂടെയാണ് യോഹന്നാൻ ഇയാളെ കൊണ്ടുപോകുന്നത്. സത്യം പറഞ്ഞാൽ കുറച്ച് ഇത്രയും ഒരു നൈവായിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ ഒന്ന് ടഫൻ ചെയ്യാൻ കൂടി യോഹന്നാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ചില കാര്യങ്ങളിൽ ഇവരുടെ കോൺഫ്ലിക്ട്സ് വളരെ വലുതായിരിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ കാര്യമായിട്ട് മേർജ് ചെയ്യുന്നുണ്ട്. ഇത്തരം ഡ്യൂട്ടികളൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്നൊക്കെ പഠിപ്പിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ ആ ഒരു സംഭവം പിന്നെ റോഷൻ അവതരിപ്പിക്കുന്നതും റോഷൻ ആ ഒരു ഇന്നസെൻസും റോഷൻ കടന്നു പോകുന്ന വളരെ അപ്സെറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും അയാൾ വളരെയധികം ബേസ്ഡ് ഔട്ട് ചെയ്യുന്ന അയാളുടെ ഇമോഷൻസൊക്കെ വളരെയധികം വീക്കാവുന്ന സന്ദർഭങ്ങളുണ്ട്. എല്ലാം നന്നായിട്ട് തന്നെയാണ് റോഷനും ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ഒരുപാട് ക്യാരക്ടറിൻ്റെ ഒരു നമ്മളൊരു ക്യാരക്ടർ സ്കെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ റൈറ്റിംഗ് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയും ഒരു എഡ്ജ് തീർച്ചയായിട്ടും യോഹന്നാൻ്റെ ക്യാരക്ടറിന് കൊടുത്തിട്ടുണ്ട്. അത് ദിലീഷ് പോത്തൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും ഈ രണ്ട് ആക്ടേഴ്സും തീർച്ചയായിട്ടും ഷോൾഡർ ചെയ്യുന്ന ഒരു പടമായിട്ടാണ് റോന്ത് നിൽക്കുന്നത്. ഇനി ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ ഏറ്റവും വലിയൊരു ഡിസഗ്രിമെൻറ്റ് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അതായത് ഈ സിനിമയുടെ എൻഡിനെ കുറിച്ചിട്ടാണ്. ഈ സിനിമ ഐഡിയലി എവിടെ എൻഡ് ചെയ്യണമായിരുന്നു എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇവരുടെ പെട്രോളിംഗ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഇവർ ഒരു ഓൾമോസ്റ്റ് കഴിയാറായപ്പോൾ ഇവർ കോറിയിലേക്ക് വരുന്നുണ്ട്. അവിടെ നിന്ന് തിരിച്ച് ഏതാണ്ട് ഒരു മോർണിംഗ് ഒക്കെ ആവാറായി. അപ്പോൾ അവർ തിരിച്ച് ബാക്ക്വേർഡ് സ്റ്റേഷനിലേക്ക് പോകുന്ന ഇവരുടെ അന്നത്തെ ഡ്യൂട്ടിയുടെ പിന്നെ അക്കൗണ്ടൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവർ തിരിച്ചു പോകുന്ന ഒരു ഷോട്ടുണ്ട്. ഐഡിയലി റോന്ത് എന്ന് പറഞ്ഞ സിനിമ അവിടെ അവസാനിക്കേണ്ടതായിരുന്നു. കാരണം ഇതിന് ബിയോണ്ട് ഒരു കഥയും ഇതിൽ ഡയറക്ടറും അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്ററുമായിട്ടുള്ള ഷാഹിക്ക് ശരിക്കും പറയാനില്ല. അത് വളരെ ക്ലിയറാണ്. പക്ഷെ ആ ഒരു പോയിന്റിൽ നിന്ന് പിന്നെ ഒരു എവിടെയോ എനിക്കറിയില്ല, സ്ക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞ സമയത്താണോ അതോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണോ എന്ന് മനസ്സിലായിട്ടില്ല. കാരണം ഷാഹിക്ക് ഒരു സെൽഫ് ഡൗട്ട് വന്നിട്ടുണ്ട്. കാരണം ഈ സിനിമയിൽ നമ്മൾ എന്താണ് കാണിച്ചത്? ഒരു രണ്ട് പോലീസുകാർ പെട്രോൾ ചെയ്യുന്ന ഒരു നൈറ്റും കുറേ അതിനെ കണക്ട് ചെയ്യുന്ന കുറച്ച് ഇൻസിഡൻസും ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിന് ബിയോണ്ട് ഈ അപ്പുറത്ത് ഇരിക്കുന്ന ഓഡിയൻസ് ഇതിലൊരു പ്ലോട്ടില്ല, ഇതിൽ ട്വിസ്റ്റുകളില്ല, ഒരു ഷിഫ്റ്റും നടക്കുന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ല ബേസിക്കലി വേറെ. അപ്പോൾ ഇതൊരു സിനിമയായിട്ട് സ്റ്റാൻഡ് ചെയ്യുമോ എന്നൊരു സെൽഫ് ഡൗട്ട് തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ നിന്നൊരു ചില അഡീഷണലായിട്ട് ചില സീക്വൻസുകളിലേക്ക് ഈ സിനിമ കടക്കുകയാണ്. അങ്ങനെ ചെയ്ത എല്ലാ സംഭവങ്ങളും ഈ സിനിമയ്ക്ക് ദോഷമല്ലാതെ ഒരു ഗുണം ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, അതെല്ലാം കംപ്ലീറ്റ്ലി അതുവരെ ഈ സിനിമ കൊണ്ടുവന്ന ഒരു ടോണിൽ നിന്ന് നേരെ ആയിട്ട് പോയിട്ട് കംപ്ലീറ്റ് ഇല്ലോജിക്കലും അൺവാണ്ടഡുമായിട്ടാണ് ആ സീക്വൻസുകളെല്ലാം തന്നെ ഈ സിനിമയിൽ നിൽക്കുന്നത്. അത് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ കംപ്ലീറ്റ് ഒരു വ്യൂവിങ് എക്സ്പീരിയൻസിനെ എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് നേരെ ഉൾട്ടയായിട്ട് ബാധിച്ച ഒരു സംഭവമാണ്. പിന്നെ ഇതിൽ വരുന്ന മറ്റ് ക്യാരക്ടേഴ്സിനെ നോക്കുകയാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ഒരു റെലവൻസും ഈ സിനിമയിൽ ഇല്ല. ഈ രണ്ട് ക്യാരക്ടേഴ്സിനെ വെച്ചുകൊണ്ട് തന്നെയാണ് റോന്ത് ഓടുന്നത്. എന്നാലും ഈ ഇതിൻ്റെ ഭാഗമായിട്ട് പെട്രോളിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇവർ ഫേസ് ചെയ്യുന്ന, അപ്പോൾ സുധി കോപ്പ ഒരു ചെറിയ ഒരു സീക്വൻസിൽ പാസ്റ്ററുടെ ഒരു റോളിൽ വരുന്നുണ്ട്. അതുപോലെ ലക്ഷ്മി മേനനുണ്ടല്ലോ, വ്ളോഗറൊക്കെ ആയിട്ടുള്ള, അവർ ഒരു ചെറിയ റോൾ ചെയ്യുന്നുണ്ട്. അത് അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു സെലിബ്രിറ്റീനെ കണ്ടുപോയി, ഞാൻ സസ്പെൻസ് പൊളിക്കുന്നില്ല. പിന്നെ അരുൺ ചെറുകാവിൽ DYSP ആയിട്ട് വരുന്നു. യൂഷ്വൽ പ്രസൻറ്റേഷൻ, മറ്റ് പോലീസുകാരും പോലീസ് സ്റ്റേഷനും ഒക്കെ വളരെ യൂഷ്വലായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. റോന്തിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് മനീഷ് മാധവനാണ്. അപ്പം ഒരുപാട് നൈറ്റ് ഷോട്ട്സ് ഉള്ള ഒരു സിനിമയാണ്. സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് തന്നെ അതാണല്ലോ. അപ്പോൾ മൂഡിനോട് ചേർന്ന് പോകുന്ന രീതിയിലുള്ള ഷോട്ടുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കിതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഞാൻ അത്ര ക്യാച്ചി ആയിട്ടൊന്നും എനിക്കൊന്നും തോന്നിയില്ല.
പിന്നെ ഇതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുള്ളൊരു കാര്യം, ഞങ്ങളുടെയൊക്കെ സുഹൃത്തായിട്ടുള്ള പ്രവീൺ മംഗലത്താണ് ഈ സിനിമയുടെ എഡിറ്റർ. പ്രവീൺ ഒരു ചെറിയ റോളിൽ അഭിനയിക്കുന്നതുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാ ഫിലിം ഫെസ്റ്റിവലിലും മിക്കവാറും ക്യാച്ചപ്പ് ചെയ്യാറുള്ളതാണ്. അപ്പോൾ പ്രവീണിനെ ഇങ്ങനെ ഈ 2 റോളിലും കണ്ടതിൽ വളരെയധികം സന്തോഷം. നമുക്ക് വേറൊരു സിനിമയൊക്കെ ആയിട്ട് അടുത്ത് തന്നെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.